രണ്ട് മൂന്ന് പ്രാവശ്യം ഈരാറ്റുപേട്ട മൈജിയിലൊന്ന് പോകാൻ കാരണമായി. ഞാൻ ആദ്യം ഒരു മൊബൈൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് മൈജി പോയത്. ഐഫോൺ 16 പ്രോ എടുക്കാനായിരുന്നു എൻ്റെ ഒരു പ്ലാന്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഫോൺ വേറെ കാണാൻ ഇടയായി. സോണിയുടെ സീരീസ് ലെൻസ് ഉപയോഗിക്കുന്ന വിവോയുടെ ഒരു ഫോൺ, വിവോ V40 പ്രോ എന്ന് പറഞ്ഞ ഫോണ്. അത് നല്ലൊരു റേറ്റിൽ മൈജിക്കാർ തന്നു. ഞാൻ ആ ഫോൺ എടുത്തു. അതിനുശേഷം പിന്നെ എനിക്കൊരു സെൽഫി സ്റ്റാൻഡ് വേണമായിരുന്നു. അത് മറ്റൊരു ദിവസം എടുത്തു. പിന്നെ സെൽഫി സ്റ്റാൻഡിന്റെ ഇത് കഴിഞ്ഞ് ഞാൻ വെറുതെ ഒരു ദിവസം ഞായറാഴ്ച ഇറങ്ങിയപ്പം അവിടെ ഒരു മോപ്പ് കണ്ടു. എംഐയുടെ ഒരു മോപ്പ്, ഓട്ടോമാറ്റിക്കായിട്ട് റൂം മുഴുവൻ ക്ലീൻ ചെയ്യുന്ന ഒരു മോപ്പ്. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ പല പ്രാവശ്യമായിട്ട് ഈ മോപ്പ് പല സ്ഥലങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. പലരോട് റേറ്റ് ചോദിക്കുകയും ഓൺലൈനിലും ഒക്കെ ഞാൻ റേറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം എന്തൊരു വില വരുമെന്നൊക്കെ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. 25,900 ഒരു മോപ്പായിരുന്നു MRP. അത് അവരെനിക്ക് നല്ലൊരു റേറ്റ് തന്നതുകൊണ്ട് ഞാൻ ആ മോപ്പ് എടുത്തു. ഞാൻ ആ റേറ്റ് ഒന്നും പറയുന്നില്ല, നിങ്ങൾ നേരിട്ട് പോയാൽ മതി, അവർ നല്ല റേറ്റ് തരും. അപ്പം ആ മോപ്പ് എടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ MIയുടെ ഒരു ടാബും കൂടെ എടുത്തു. ഒരു പിന്നീട് ഒരു അവസരത്തിൽ അവിടെ ചെന്നപ്പോൾ അവർ നമ്മളോടൊരു ഇന്റർവ്യൂ ആയിട്ട് മൈജിയുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഒന്ന് പറയണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവരുമായിട്ട് ഒരു ഡിസ്കസ് ചെയ്തതാണ്. അവരത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അങ്ങനെ കരുതി ഒന്നും പോയതുകൊണ്ട് ഞാൻ ഓഡിയോ ഒന്നും ഞാൻ റെക്കോർഡ് ചെയ്തെടുത്തില്ല. അപ്പം അവർ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെയും കാര്യങ്ങളുടെ വീഡിയോ ആണ് ഈ കാണുന്നത്. എന്താണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിയത്. ഇപ്പം ഈ ഓൺലൈനിൽ മാത്രം നമ്മൾ സാധനങ്ങൾ വാങ്ങാതെ നമ്മുടെ അടുത്തുള്ള കടകളിൽ നിന്നും കൂടെ സാധനങ്ങൾ വാങ്ങേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന് നമുക്ക് വളരെ ആവശ്യമാണ്. അത് ഇങ്ങനെയുള്ള കടകൾ നിലനിൽക്കേണ്ടതും ആവശ്യമാണ്. അല്ലെങ്കിൽ കംപ്ലീറ്റ് സാധനങ്ങൾ ഓൺലൈനിലാണ് പോവും. ഓൺലൈനിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കതിനെ ആ സാധനത്തിനെ നമുക്കൊന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് വാങ്ങാൻ പറ്റില്ല. പിന്നെ നമ്മളത് എടുത്തു കഴിഞ്ഞിട്ട് റിട്ടേൺ വിടാനും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളായിട്ട് നടക്കണം. അപ്പം അത് ഉള്ളതുകൊണ്ട് ഞാൻ അപ്പം മൈജിയിൽ വന്ന് ഇവിടുന്ന് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ സ്റ്റാഫൊക്കെ ആണേലും നല്ല പെരുമാറ്റവും കാര്യങ്ങളും ആയിരുന്നു. എല്ലാവരും വളരെ ഡിസിപ്ലിനായിട്ടും നല്ല രീതിയിലും ജെന്യുവിനായിട്ടും പെരുമാറുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് അന്ന് അവിടെ വെറുതെ ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ഞാനിവിടെ ഇടുക. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അവർ ഇൻ്റർവ്യൂ എടുക്കുകയാണ്. അപ്പം അത് ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊരു ഫീൽഡിൽ ഒരു 10-35 വർഷമായിട്ടുള്ള ആളായതുകൊണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കുകയും അവരത് സംസാരിക്കുകയും വളരെ കെയറായിട്ട് അതവർ എടുക്കുകയും ചെയ്തു. വേറെ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ എനിക്ക് മൈജി പോയപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ സ്റ്റോക്കുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു കടയാണ്. അപ്പോൾ ഈ വിവരം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. ആദ്യം വന്നപ്പോഴാണ് അജ്മല് പിന്നെ വേറൊരു പേരുണ്ടായിരുന്നു, ആശിഷ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഫോട്ടോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഒരു ഫോട്ടോ പക്ഷേ ഒരു 10 രൂപ
ചാർജിങ് അതായത് ക്വാൺസിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് അരമണിക്കൂറായിട്ട് തോന്നിയിട്ടില്ല 15 മിനിറ്റുള്ളത്. നമ്മളിത് പല് രാവിലെ എഴുന്നേറ്റ് പല് കഴിക്കുന്നൊരു വേറെ കിട്ടുന്നവർ വന്ന് മുഴുവനായിരിക്കും. ഇത് വൈകുന്നേരം എക്സാം വൈകുന്നേരം കുത്തി രാത്രി കുത്തി വെച്ചാൽ നേരം കൊടുക്കാനാണ് ഏറാവുന്നൊരു 5-6 മണിക്കൂർ. എത്ര ടൈം വീഡിയോ എടുക്കാൻ പറ്റും? നിങ്ങളുടെ ഫെസിലിറ്റി വരുന്നുണ്ട്. അതിന് 7500 ബാറ്ററിയാണ്. അത് 120 വാട്ട്സ് ചാർജിങ്ങാണ്. 45 മിനിറ്റ് ഇപ്പോഴത്തെ എന്നോട് വേറൊരാണെങ്കിൽ പോകണം. എല്ലാവരും കഴിഞ്ഞ് എനിക്കെപ്പോഴും നമ്മുടെ അതൊക്കെ പ്രധാന നമ്പർ ആളുകൊണ്ട് ബാറ്ററി ജോയിസ്റ്റിക്ക് ബോക്സ് Okay.